നമസ്കാരം. 2024 അങ്ങനെ കഴിയാൻ പോവുകയാണ്. 2025 വരാൻ പോവുകയാണ്. 2024-ൽ നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് നമ്മുടെ ചെറിയ ചാനലിന് തന്നിട്ടുണ്ട്. ഒരുപാട് ലിമിറ്റേഷനിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത്. പക്ഷേ എന്നിരുന്നാലും നിങ്ങൾ ഒരുപാട് സപ്പോർട്ട്, അത് നിങ്ങൾ കമൻസിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ, നിങ്ങളുടെ അറിവുകൾ ഷെയർ ചെയ്തു. അതെനിക്ക് ഒരുപാട് ഉപകാരപ്രദമായി. അതുമാത്രമല്ല, നമ്മളൊരു ഫാമിലി ആയിട്ട് പോകുന്നു. നമ്മളൊരു ടേബിളിൻ്റെ ചുറ്റുമിരുന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുന്നൊരു രീതിയിലാണ് നമ്മുടെ ചാനൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഒരുപാട് അതിന് നന്ദിയുണ്ട്. അത് മാത്രമല്ല, നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ എന്നും നിലനിർത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനോട് നീതി പുലർത്താൻ വേണ്ടിയിട്ട് ഞാൻ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഫാമിലി മെമ്പേഴ്സിന് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ. അത് മാത്രമല്ല, ഇനി വരാൻ പോകുന്നൊരു വർഷം നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ, നല്ല പ്രോഗ്രസ് ഉള്ള, നല്ല ആയുരാരോഗ്യ സൗഖ്യങ്ങളുള്ള, അതുമാത്രമല്ല നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാനായിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ നിറഞ്ഞ ഒരു വർഷമായി മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എൻജിൻ ബേയുടെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2025-ൽ വരാൻ പോകുന്ന സെലക്ട് ചെയ്ത കുറച്ച് കാറുകളാണ്. സാധാരണക്കാർക്ക് ഒക്കെ യൂസ് ചെയ്യാൻ കഴിയുന്ന അത്തരത്തിലുള്ള ചെറിയ കാറുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ചെറിയ കാറ് എന്നുള്ള രീതിക്കല്ല, എന്നാലും അത്യാവശ്യം നല്ല കാറുകളൊക്കെ വരുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അതിൽ പരാമർശിക്കാത്ത കുറച്ച് കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വരാൻ പോകുന്ന വാഹനങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യുന്നത് ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോയാണ്. അതായത് ഇന്ത്യയിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സ്പോയാണ്. ആ ഒരു എക്സ്പോയിലാണ് ഇനി വരാൻ പോകുന്ന വാഹനങ്ങൾ, 2025-ൽ പുറത്തേക്ക് വരാൻ പോകുന്ന വാഹനങ്ങൾ. അത് മാത്രമല്ല, ഓരോ വാഹന നിർമ്മാതാക്കളുടെ അവരുടെ ഭാവി പ്ലാനുകളൊക്കെ ആ ഒരു എക്സ്പോയിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. കാരണം ഭാരത് എക്സ്പോ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ 2025-ൽ ലോഞ്ച് ചെയ്യാവുന്ന ഒരുപാട് കാറുകൾ ആ ഒരു എക്സ്പോയിൽ കാണിച്ചിട്ടുണ്ടായിരിക്കും. ഇപ്രാവശ്യം ഒരുപാട് വാഹന നിർമ്മാതാക്കൾ, കഴിഞ്ഞ വർഷം മഹീന്ദ്ര പോലെയുള്ള വാഹന നിർമ്മാതാക്കളൊക്കെ ഇതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം ഒരുപാട് പാർട്ടിസിപ്പൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നമ്മളൊരു സ്ക്രിപ്റ്റൊന്നും ഇല്ലാതെയാണ് നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. സ്ക്രിപ്റ്റ് വെച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കും കുറച്ച് യാന്ത്രികമായി പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ലാഗൊക്കെ വരുന്നുണ്ട്. അതെനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്കും. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് മാരുതി സുസുക്കിയാണ്. മാരുതി സുസുക്കി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിറ്റാര എന്ന് പറയുന്ന ഒരു ഗ്ലോബൽ ഇലക്ട്രിക് SUV അവതരിപ്പിക്കും. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മൾ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതവിടെ മാറ്റി നിർത്താം. പിന്നെ എന്താണ് നമ്മൾ മാരുതി സുസുക്കിയിൽ നിന്നും പ്രതീക്ഷിക്കേണ്ട കാര്യം? ഏറ്റവും സുപ്രധാനമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ചെറു കാറുകൾ ഏതൊക്കെ വരും എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു 2025 ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ ഓട്ടോ എക്സ്പോയിൽ തീർച്ചയായിട്ടും മാരുതി സുസുക്കി ഒരു ചെറു ഇലക്ട്രിക് കാർ എന്തായാലും അവതരിപ്പിക്കും. അത് EWX തന്നെയായിരിക്കും. EWX നമ്മൾ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട്. കാരണം അതിൻ്റെ ഒരു യഥാർത്ഥത്തിലൊരു അപ്ഡേറ്റഡ് വേർഷൻ നമുക്ക് പറയാൻ കഴിയില്ല. കാരണം പ്രീ പ്രൊഡക്ഷൻ വേർഷനാണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത്. പ്രൊഡക്ഷനോട് ഏകദേശം അടുത്ത് നിൽക്കുന്ന 2025-ൻ്റെ ലാസ്റ്റ് ക്വാർട്ടറിൽ ഈ ഒരു വാഹനം വരും എന്നൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ടെങ്കിലും എക്സ്പെക്റ്റ് ചെയ്യുന്നത് 2026-ലാണ്. ചിലപ്പോൾ 2025-ൻ്റെ ലാസ്റ്റ് ക്വാർട്ടറിൽ വരുമായിരിക്കാം. എന്നാലും നമ്മൾ കൺഫേം ചെയ്യുന്നില്ല. EWX എന്ന് പറയുന്ന കാറ് അതൊരു ഇലക്ട്രിക് കാറാണ്. 4 ഡോർ ചെറിയ കാറാണ്. ഒരു പ്രാക്ടിക്കലി നമുക്കൊരു 280 കിലോമീറ്ററൊക്കെ റേഞ്ച് ക്ലെയിം ചെയ്താലും നമുക്കൊരു 220-നും 230-നൊക്കെ ഇടയ്ക്ക് കിട്ടത്തക്ക രീതിയിലായിരിക്കും ആ ഒരു വാഹനത്തിൻ്റെ ബാറ്ററി കപ്പാസിറ്റിയും, അല്ലെങ്കിൽ അവർ പറയുന്ന റേഞ്ചൊക്കെ അങ്ങനെ ആയിരിക്കും. അപ്പോൾ ആ ഒരു വാഹനത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു ധാരണ കിട്ടും എന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കാരണം മാരുതി എപ്പോഴും ഈ ചെറു കാറുകൾ, സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ കഴിയുന്ന ചെറു കാറുകളെ കുറിച്ചിട്ട്, അത്തരം കാറുകളിലാണ് അവർ കൂടുതലും പ്രാധാന്യം കൊടുക്കുന്നത്. രണ്ടാമത്തെ കാർ എന്ന് പറയുന്നത് വാഗണാറാണ്. മാരുതിയുടെ ഒരു പരീക്ഷണ വസ്തുവായി മാറിക്കൊണ്ടിരിക്കുകയാണ് വാഗണാർ. അതിൻ്റെ ഫ്ലെക്സ് ഫ്യൂവലിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇനി വരാൻ പോകുന്നത് ഒരു ഹൈബ്രിഡ് സെറ്റപ്പിലേക്ക് വാഗണാറിനെ മാറ്റാൻ പോവുകയാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ ജാപ്പനീസ് മാർക്കറ്റിലൊക്കെ ഈ ഒരു വാഹനമുണ്ട്. 667 cc ആണ് അപ്രോക്സിമേറ്റ്ലി അവിടുത്തെ ഈ ഒരു വാഹനത്തിൻ്റെ എൻജിൻ കപ്പാസിറ്റി. 3 സിലിണ്ടറാണ്. നമുക്കത് എടുത്തു പറയേണ്ട കാര്യമുണ്ട്. കാരണം ഇനി അങ്ങോട്ട് 3 സിലിണ്ടറുകളുടെ ഒരു കാലമാണ് എന്ന് കരുതി നാച്ചുറലി ആസ്പിറേറ്റഡ് 3 സിലിണ്ടർ ആയിരിക്കത്തില്ല. ഇത് ചിലപ്പോൾ ഒരു ഹൈബ്രിഡ് സെറ്റപ്പിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇത്തരം 3 സിലിണ്ടർ എഞ്ചിനുകൾ കൊണ്ടുവരുന്നത്. പിന്നെ CVT ടെക്നോളജിയിലായിരിക്കും ഒരു വാഹനം വരുന്നത്. മോട്ടറുമായിട്ടൊന്ന് കമ്പൈൻ ചെയ്യുമ്പോഴത്തേക്ക് ഏകദേശം 65 bhp അടുത്താണ് ഈ ഒരു വാഹനം, അല്ലെങ്കിൽ അതിൻ്റെ എഞ്ചിന് നൽകുന്ന ഒരു പവർ എന്ന് പറയുന്നത്
ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇതിൻ്റെ മൈലേജ് തന്നെയാണ്. 35 കിലോമീറ്ററിനടുത്തായിരിക്കും. ജാപ്പനീസ് മാർക്കറ്റിലൊക്കെ ഏകദേശം ഒരു 30 കിലോമീറ്ററൊക്കെ ക്ലെയിം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ഈ CVT കൊണ്ടുവരുമോ എന്നുള്ളൊരു കാര്യത്തിൽ കുറച്ച് കൺഫ്യൂഷനുണ്ട്. എന്നാൽ പോലും 30 കിലോമീറ്ററിനും 35നും ഇടയ്ക്ക് തീർച്ചയായിട്ടും വാഗണാർ പോലെയുള്ള അത്രയും ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു വാഹനം, ലൈറ്റ് വെയിറ്റ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു വാഹനത്തിന് അത്രത്തോളം മൈലേജ് ലഭിക്കും. അത് തീർച്ചയാണ്. അത് മാത്രമല്ല, ഇഗ്നിസ് എന്ന് പറയുന്ന ഒരു വാഹനത്തിൻ്റെ ഓൾമോസ്റ്റ് അതിൻ്റെ ലൈഫ് സൈക്കിൾ കഴിഞ്ഞു തുടങ്ങി. അപ്പോൾ ഇഗ്നിസിനെ നല്ല രീതിക്ക് പ്രൊമോട്ട് ചെയ്ത് അതിൻ്റെ മാക്സിമം ആ ഒരു വാഹനം വിറ്റഴിക്കാൻ വേണ്ടി ഇപ്പോൾ ശ്രമിക്കുന്നതായിരിക്കും. ഡ്യുവൽ ജെറ്റ് എൻജിൻ വരും എന്നുള്ള രീതിക്കൊക്കെയുള്ള വാർത്തകൾ പുറത്ത് വന്നെങ്കിലും എന്തുകൊണ്ടാണ് ഇഗ്നിസിനെ വീണ്ടും ഒരു മാറ്റം കൊടുക്കാതെ ഇത്തരത്തിൽ ആ VVT എഞ്ചിനുമായിട്ട് നിലനിർത്തുന്നത് എന്നൊരു വലിയൊരു ക്വസ്റ്റ്യനാണ്. പക്ഷേ യഥാർത്ഥത്തിൽ എൻ്റെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഇഗ്നിസിനെ ഒരിക്കലും പിൻവലിക്കില്ല എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നല്ല രീതിക്ക് സെയിലുണ്ടായിരുന്ന എസ്-ക്രോസിനെ പിൻവലിച്ചതുപോലെ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നും ഇഗ്നിസിനെ പിൻവലിക്കാനുള്ളൊരു സാധ്യതയുണ്ടോ എന്നൊരു വലിയൊരു ക്വസ്റ്റ്യനാണ്. പലപ്പോഴും നമ്മളത് റിസർച്ച് ചെയ്യുന്ന സമയത്ത് ഇഗ്നിസിനെ കുറിച്ച് കാര്യമായിട്ട് കമ്പനി ഒരു അപ്ഡേഷൻ വരും എന്ന് പറഞ്ഞിട്ട് പിന്നീട് സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് നിൽക്കുക, ആ ഒരു രീതിക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും മാർക്കറ്റിൽ ഈ ഒരു വാഹനം തീർച്ചയായിട്ടും നിലനിർത്തും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അത് മാത്രമല്ല, സിയാസിൻ്റെ കേസ് അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വാഹനത്തിന് അപ്ഡേഷൻ കൊടുക്കേണ്ട ഒരു സമയം കഴിഞ്ഞു. പക്ഷേ ഇവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ 4 മീറ്ററിന് താഴത്തേക്കുള്ള കോമ്പാക്റ്റ് സെഡാൻ സെഗ്മെൻറ്റിലാണ്. അവിടെ നമുക്ക് പുതിയ ഡിസയർ വന്നു, 4th ജനറേഷൻ ഡിസയർ വന്നു. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് ഹസ്ലർ എന്ന് പറയുന്നൊരു വാഹനം, അത് അവിടെ ഇവിടെയൊക്കെ ടെസ്റ്റ് ഡ്രൈവ് നടക്കുന്നുണ്ട്. ആ ഒരു വാഹനത്തെ മിക്കവാറും മാരുതി സുസുക്കി ഭാരത് മൊബിലിറ്റി ഓട്ടോ എക്സ്പോയിൽ അവതരിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ പ്രതീക്ഷയോടുകൂടി ഞാൻ ഇരിക്കുന്നത് EWXനെ കുറിച്ചിട്ടുള്ള ഒരു ലേറ്റസ്റ്റ് ന്യൂസിന് വേണ്ടിയിട്ടാണ്. അത് മാത്രമല്ല, ഹസ്ലർ തീർച്ചയായിട്ടും വരാനുള്ളൊരു സാധ്യതയുണ്ട്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. പിന്നെ വാഗണാറിൻ്റെ പിന്നെ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് മാരുതി സുസുക്കിയുടെ സീരീസ് ഹൈബ്രിഡ് ടെക്നോളജിയെ കുറിച്ചിട്ടുള്ള വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഈ ഒരു എക്സ്പോയിൽ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ പ്രതീക്ഷയോടുകൂടി നമ്മൾ കാത്തിരിക്കുമ്പോൾ നമ്മൾക്ക് ഉറപ്പിക്കാൻ കഴിയുന്നൊരു കാര്യമെന്ന് പറയുന്നത് ഈ വിറ്റാര എന്ന് പറയുന്ന ഇലക്ട്രിക് SUV എന്തായാലും അവർ കാണിക്കും. അതുമാത്രമല്ല, വാഗണാറിൻ്റെ ചില വേർഷൻസ് തീർച്ചയായിട്ടും കാണിക്കും. ഹസ്ലറിൻ്റെ കാര്യത്തിലൊരു തീരുമാനം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. എടുത്തു പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് ഫ്രോങ്സ്, ബലീനോ, സ്വിഫ്റ്റ് അങ്ങനെയുള്ള വാഹനങ്ങളിൽ വരുന്ന സീരീസ് ഹൈബ്രിഡ് ടെക്നോളജിയുടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ Z12E എന്ന് പറയുന്ന എൻജിൻ ഡിസൈൻ ചെയ്ത് തന്നെ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു ക്ലാരിറ്റി നമുക്ക് തീർച്ചയായിട്ടും ലഭിക്കും. പിന്നീട് ഇഗ്നിസ് എന്ന് പറയുന്ന വാഹനത്തെയും സിയാസ് എന്ന് പറയുന്ന വാഹനത്തെയും ഇതിൻ്റെ രണ്ടിൻ്റെയും ഭാവി തീർച്ചയായിട്ടും നമ്മളിവിടെ കൃത്യമായിട്ട് നോക്കേണ്ടതാണ്. പിന്നെ ജിംനിയുടെ കാര്യമെന്ന് പറയുന്നത് അതിനെ പിന്നെ പതുക്കെ അങ്ങ് പിൻവലിക്കും എന്നുള്ള രീതിക്കാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ എക്സ്പോർട്ടിന് വേണ്ടിയിട്ട് മാത്രം ആ ഒരു വാഹനത്തെ നിലനിർത്തും എന്നുള്ളതാണ്. പിന്നെ ഗ്രാൻഡ് വിറ്റാരയുടെ ഒരു 7 സീറ്റർ വാഹനവും തീർച്ചയായിട്ടും വരും. അപ്പോൾ എർട്ടിക പോലുള്ള വാഹനങ്ങൾക്ക് കാര്യമായിട്ടുള്ള അപ്ഡേഷൻ കാര്യങ്ങളൊന്നും കൊടുക്കില്ല. പക്ഷേ വാഗണാറിന് കാര്യമായിട്ടുള്ളൊരു പ്രാധാന്യം ഈ ഒരു എക്സ്പോയിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അതുമാത്രമല്ല, EWX എന്ന് പറയുന്ന വാഗണാറിൻ്റെ തന്നെ ഇലക്ട്രിക് പതിപ്പെന്ന് നമ്മൾ അവകാശപ്പെടുന്ന ആ ഒരു വാഹനത്തെയാണ് പേഴ്സണലി ഞാൻ കുറേ ഫോക്കസ് ചെയ്യുന്നത്. ഇനി ക്രെറ്റ വരുന്നുണ്ട്. ഹ്യുണ്ടായുടെ കേസിലേക്ക് വരുമ്പോഴത്തേക്കും ക്രെറ്റ തീർച്ചയായിട്ടും വരും. പക്ഷേ ക്രെറ്റയിലേക്കൊക്കെ നിങ്ങൾ പോകണമോ എന്നുള്ളൊരു വലിയൊരു ക്വസ്റ്റ്യനാണ്. കാരണം ക്രെറ്റയുടെ പെട്രോൾ വാഹനവും ഡീസൽ വാഹനമൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ ഇലക്ട്രിക്കിലേക്ക് വരുമ്പോഴത്തേക്കും യഥാർത്ഥത്തിൽ നിലവിലുള്ള ഒരു ഐസ് വാഹനത്തെ ഇലക്ട്രിക്കായിട്ട് മാറ്റുമ്പോൾ നിങ്ങൾ അത്തരം വാഹനങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. അല്ലാതെ ഇലക്ട്രിക് കാറായിട്ട് തന്നെ മറ്റൊരു വാഹനത്തെ കൊണ്ടുവരികയാണ്. അപ്പം ബോൺ ഇലക്ട്രിക് കോൺസെപ്റ്റിൽ മഹീന്ദ്ര അവരുടെ BE6 എന്ന് പറയുന്ന വാഹനത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അത് യഥാർത്ഥത്തിൽ ഒരു പ്യുവറായിട്ടുള്ളൊരു ഇലക്ട്രിക് കാറാണ്. അപ്പം ഹ്യുണ്ടായിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വെന്യൂവിൻ്റെ ഇലക്ട്രിക് ചിലപ്പോൾ അവർ അവതരിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അതുമാത്രമല്ല, എക്സ്റ്ററിൻ്റെ ഇലക്ട്രിക്കും പിന്നെ കിയയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കിയയുടെ സിറോസ് എന്ന് പറയുന്നൊരു വാഹനത്തിൻ്റെ ഇലക്ട്രിക് വേർഷനും അവതരിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ഹ്യുണ്ടായും കിയയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പ്രതീക്ഷ എന്ന് പറയുന്നത് ഇലക്ട്രിക് കാറുകൾ കൂടുതലായിട്ട് വരും എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് ഹ്യുണ്ടായിൽ നിന്ന് നമ്മൾ നോക്കുമ്പോഴത്തേക്കും വെന്യൂ, ക്രെറ്റ, അതുമാത്രമല്ല എക്സ്റ്റർ, പിന്നീട് ഗ്രാൻഡ് ഐറ്റൻ നിയോസ് അങ്ങനെയുള്ള വാഹനങ്ങൾക്കൊന്നും അതിന് ഇലക്ട്രിക് വേർഷൻ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുമാത്രമല്ല, സാന്റാഫെ പോലുള്ള വലിയ വാഹനങ്ങളുടെ അപ്ഡേഷൻ തീർച്ചയായിട്ടും വരും. പക്ഷേ ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് സിറോസിൻ്റെ, കിയയുടെ കേസിലാണെങ്കിൽ സിറോസിൻ്റെ ഇലക്ട്രിക് പതിപ്പ് അവർ കൊണ്ടുവരും തീർച്ചയാണ്. അത് 2026 സെക്കൻഡ് ക്വാർട്ടറിലൊക്കെ ആയിരിക്കും വരുന്നത്. അത് അവരെന്തായാലും ഈ ഒരു എക്സ്പോയിൽ കാണിക്കും. പിന്നെ ക്രെറ്റയുടെ EV. പക്ഷേ ക്രെറ്റയുടെ EV നിങ്ങൾ വാങ്ങാൻ ശ്രമിക്കുമ്പോഴത്തേക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതിൻ്റെ പ്ലാറ്റ്ഫോം എന്താണ്, അതൊരു ബോൺ ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിലാണോ വരുന്നത്, അതല്ലെന്നുണ്ടെങ്കിൽ പുതിയതായിട്ടൊരു വാഹനമായിട്ട് അല്ലെങ്കിൽ ഒരു ബോൺ ഇലക്ട്രിക് ആയിട്ടുള്ളൊരു വാഹനമാണോ, അത് ക്രെറ്റ എന്നൊരു നെയിം ടാഗ് മാത്രമാണ് അവരെടുക്കുന്നത്. ഇതെല്ലാം നിങ്ങൾ നോക്കിയിട്ട് വേണം. ഇപ്പം നമ്മുടെ മഹീന്ദ്രയുടെ 400 ഉണ്ടല്ലോ, XUV 400 ഇലക്ട്രിക്
ഇലക്ട്രിക് വന്നിട്ടുണ്ടല്ലോ, അതിപ്പം മഹീന്ദ്രയുടെ ബാക്കിയുള്ള ലൈനപ്പിലുള്ള ഇലക്ട്രിക് വാഹനങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു വാഹനം ഔട്ട്ഡേറ്റഡ് ആയിട്ട് മാറി എന്ന് നിങ്ങൾക്ക് തന്നെ ഒരു തോന്നൽ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ടാറ്റ മോട്ടോഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് നല്ല നല്ല കാറുകൾ വരുന്നുണ്ട്. നിലവിലുള്ള ടിഗോറിനെയും ടിയാഗോയ്ക്കൊക്കെ ഒരു ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരിക്കും. പക്ഷേ സിയറ ആയിരിക്കും ഒരു പ്രധാനപ്പെട്ട താരം. അത് മാത്രമല്ല ഹാരിയറിൻ്റെ EVയും, ഇത് രണ്ടും ഇലക്ട്രിക്കാണ്. സിയറ ഇലക്ട്രിക്കിലും വരും, അതുമാത്രമല്ല പെട്രോളിലും ഡീസലിലും ഒക്കെ വരുന്നുണ്ടായിരിക്കും. പക്ഷേ ഞാൻ പേഴ്സണലി ഉറ്റുനോക്കുന്നത് ആൾട്രോസ് ആണ്. ആൾട്രോസ് എന്ന് പറയുന്നൊരു വാഹനം ഒരു അടുത്ത ജനറേഷൻ, ഒരു റീഇൻകാർണേഷൻ അല്ലെങ്കിൽ ഒരു പുതിയ അവതാരത്തിൽ ഈ ഒരു വാഹനം വരാൻ പോവുകയാണ്. അതിൻ്റെ ഇലക്ട്രിക് പതിപ്പിനെയാണ് തീർച്ചയായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അത് മാത്രമല്ല മഹീന്ദ്രയിലേക്ക് നോക്കുമ്പോഴത്തേക്കും അവരുടെ വലിയ വലിയ SUV, മഹീന്ദ്ര എന്തായാലും ഒരു ചെറിയ കാറിലേക്കൊന്നും ഒരിക്കലും വരില്ല. കാരണം വേലുസ്വാമി സാറിന് ഇൻ്റർവ്യൂവിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, സസ്പെൻഷൻ മികവ് കൊണ്ടും അത് മാത്രമല്ല ഡൈനാമിക്സ് കൊണ്ടും ഏറ്റവും പ്രധാനമായിട്ടും ബാറ്ററി ലോക്കലൈസ് ചെയ്ത് നിർമ്മിക്കാനുള്ള പ്ലാനുകളായിട്ടൊക്കെ അവർ മുമ്പോട്ട് പോകും. അവരുടെ MRV ഒക്കെ നമുക്കറിയാമല്ലോ, മഹീന്ദ്ര റിസർച്ച് വാലിയിലെ ടെക്നോളജിയും, അത് അവർ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരു ഓട്ടോമൊബൈൽ മാനുഫാക്ചർ ആയിട്ട് മഹീന്ദ്ര മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അവർ SUVയിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യും എന്നുള്ളത് 100% ഉറപ്പാണ്. അത് മാത്രമല്ല അവർ ചെറു കാറുകളൊന്നും കൊണ്ടുവരില്ല. ആൾട്രോസ് അതൊരു പുതിയ EV അവതാരത്തിൽ വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അതിന് നമുക്കൊരു വലിയൊരു പ്രാധാന്യമുണ്ട്. പിന്നെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും വിൻഫാസ്റ്റ് എന്ന് പറയുന്ന വിയറ്റ്നാം കമ്പനിയാണ്. ഒരു തൂത്തുക്കുടിയിൽ അവരുടെ ഒരു പ്ലാന്റൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇലക്ട്രിക് കാറുകൾ കൂടുതലായിട്ട് കൊണ്ടുവരും. എന്താണെന്ന് നമ്മളൊന്ന് നോക്കിയതിന് ശേഷം മാത്രം ആ ഒരു വാഹന നിർമ്മാതാവ് എന്താണ്, അവരുടെ ടെക്നോളജി എങ്ങനെയാണ്, ആ വാഹനം അല്ലെങ്കിൽ അവർ കൊണ്ടുവരുന്ന വാഹനം എങ്ങനെയൊക്കെയാണ് പെർഫോം ചെയ്യുന്നത്, അവരുടെ സർവീസ് ശൃംഖലകളെക്കുറിച്ചൊക്കെ അറിഞ്ഞിട്ട് അത്തരം വാഹനങ്ങളിലേക്ക് പോവുക. അത് മാത്രമല്ല ചൈനക്കാരനാണ് പക്ഷേ ബ്രിട്ടീഷുകാരനാണെന്ന് പറഞ്ഞ് ഇവിടെ നിൽക്കുന്ന MGയുടെ മാക്സസ് D90 എന്ന് പറയുന്ന ആ ഒരു മോഡൽ, അത് നമുക്കറിയാം, അത് ഗ്ലോസ്റ്ററാണ്. അതിനൊരു അപ്ഡേഷൻ വരുന്നുണ്ട്. പക്ഷേ നമ്മൾ ഉറ്റുനോക്കുന്നത് MGയിൽ നിന്നും വരാൻ പോകുന്ന ബിങ്കോ എന്ന് പറയുന്ന കാറിനും, നമ്മളത് ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. ഇപ്പോൾ ബിങ്കോ എന്ന് പറയുന്ന പേരിൽ വൂളിങ്ങിൻ്റെ വാഹനം ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിനെ ഇവിടെ ഏതൊരു പേരിലാണോ വരുന്നത് അല്ലെങ്കിൽ ഏതൊരു പേരിലാണ് കൊണ്ടുവരുന്നത് എന്ന് നോക്കി കാണണം. അത് മാത്രമല്ല MGയുടെ കുറച്ച് MG സെലക്ട് എന്ന് പറയുന്ന ഷോറൂം വഴി വരുന്ന കുറച്ച് കാറുകൾ, കുറച്ച് പ്രീമിയം കാറുകൾ ഉണ്ടായിരിക്കും, ഹൈബ്രിഡ് കാറുകൾ ഉണ്ടായിരിക്കും, ഇലക്ട്രിക് കാറുകൾ തീർച്ചയായിട്ടും അതിലൂടെ വരുന്നതായിരിക്കും. അപ്പോൾ MGയുടെ എന്ന് പറയുന്ന ആ ഒരു ഡിഫൻഡർ കൈൻഡ് ഓഫ് ഷേപ്പിലിരിക്കുന്ന ആ ഒരു വാഹനം, എന്നുള്ള പേര് ഇന്ത്യയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും മാറും. ഇതെല്ലാം സൈക്ക് മോട്ടോഴ്സിൻ്റെ ഉടമസ്ഥതയിലുള്ള സബ്സിഡറി ബ്രാൻഡ്സിൽ നിന്നും ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് അത് ശരിക്കും റീബാഡ് ചെയ്ത് വിൽക്കുക എന്നുള്ളത് മാത്രമാണ് അതിനകത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ടാറ്റ മോട്ടോഴ്സിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ മഹീന്ദ്രയുടെ ഭാഗത്തു നിന്നൊക്കെ വരാൻ പോകുന്ന അപ്ഡേഷൻസ് നമ്മൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് നിസാനും ഹോണ്ടയും ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? എനിക്ക് തോന്നുന്നു ഹോണ്ട അവരുടെ ഒരുപാട് പ്ലാനുകൾ തീർച്ചയായിട്ടും അവതരിപ്പിക്കും. അതിൽ പ്രധാനമായിട്ടും ഹൈബ്രിഡ് കാറുകളും അത് മാത്രമല്ല ഇലക്ട്രിക് കാറുകളൊക്കെ അവർ അൺവീൽ ചെയ്യുന്നതായിരിക്കും. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാർ എന്ന് പറയുന്നത് നമ്മുടെ WRV ഇരുന്ന പ്ലേസിൽ വരാൻ പോകുന്നൊരു വാഹനത്തെക്കുറിച്ചിട്ടാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ലഭിക്കാത്തത് കൊണ്ട് ഞാൻ വളരെ ഒതൻറ്റിക്കേറ്റായിട്ട് അതിനെക്കുറിച്ച് ഇവിടെ പറയുന്നില്ല. അത് മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വാഹനങ്ങളുടെ വില എന്നുള്ളതാണ്. നല്ല രീതിക്ക് വാഹനങ്ങളുടെ പ്രൈസ് ഒരു ബെഞ്ച് മാർക്ക് എന്നുള്ള രീതിയിലേക്ക് മാറും. അതായത് ബെഞ്ച് മാർക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഇനി ഒരു നല്ല വാഹനം ലഭിക്കണം എന്നുണ്ടെങ്കിൽ 10 ലക്ഷം രൂപ ആ ഒരു ബ്രാക്കറ്റിലേക്ക് തീർച്ചയായിട്ടും പോകും. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മൾ ഒന്ന് ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ മാരുതി സുസുക്കിയുടെ EWX എന്ന് പറയുന്നൊരു കാർ, അതിനെ നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യണം. രണ്ടാമത് വാഗണാറിൻ്റെ ഇലക്ട്രിക് പതിപ്പ്, അല്ലെങ്കിൽ ഇലക്ട്രിക് പതിപ്പ് എന്നല്ല, ഒരു ഹൈബ്രിഡ് പതിപ്പ് തീർച്ചയായിട്ടും വരും. ഇലക്ട്രിക് പതിപ്പ് വരുന്നുണ്ട്, അതാണ് EWX എന്ന് പറയുന്നൊരു കാറ്. അതിനേക്കാളെല്ലാം ഉപരി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ടാറ്റ മോട്ടോഴ്സിൻ്റെ ആൾട്രോസ് എന്ന് പറയുന്നൊരു വാഹനത്തെക്കുറിച്ചിട്ടാണ്. പിന്നെ പഞ്ചിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റും വരുന്നുണ്ട്. കിയയുടെ ഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിറോസിൻ്റെ ഇലക്ട്രിക് കാറ് തീർച്ചയായിട്ടും വരും. അപ്പോൾ അത് 2026 വരാൻ പോകുന്നത്. റെനോയുടെ ഭാഗത്ത് നിന്നും ഡാഷ്യ ഡസ്റ്ററിൻ്റെ അവർ തീർച്ചയായിട്ടും ഒരു അപ്ഡേഷൻ തീർച്ചയായിട്ടും കൊണ്ടുവരും. അതും 2025 ഭാരത് മൊബിലിറ്റി ഷോയിലൂടെ കാണാൻ പറ്റും എന്നാണ് ഒരു പ്രതീക്ഷ. തീർച്ചയായിട്ടും പങ്കാളിത്തം കൊണ്ട് ഒരുപാട് വാഹന നിർമ്മാതാക്കൾ ഈ ഒരു എക്സ്പോയിലേക്ക് വരും, അത് തീർച്ചയാണ്. തീർച്ചയായിട്ടും 2025 നല്ലൊരു വർഷമാകട്ടെ. ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ ഒരുപാട് നല്ല മാറ്റങ്ങൾ വരാൻ പോവുകയാണ്. കൃത്യമായിട്ട് വിശകലനം ചെയ്തിട്ട് മാത്രം നിങ്ങളൊരു വാഹനം വാങ്ങാൻ പോവുക. അതുമാത്രമല്ല, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണത്തിന് കൃത്യമായ മൂല്യമുള്ള വാഹനങ്ങൾ മാത്രം സെലക്ട് ചെയ്യുക. ഒരു വാഹനം നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ മെക്കാനിക്കൽ സൈഡും കൂടെ തീർച്ചയായിട്ടും പരിഗണിച്ചതിന് ശേഷം മാത്രം, സേഫ്റ്റി ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഞാൻ ഒരിക്കലും മാറ്റി നിർത്തുന്നില്ല, അതെല്ലാം പരിഗണിച്ചതിന് ശേഷം മാത്രം ലോങ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരു വാഹനം എടുക്കുക. നല്ല നല്ല വ്ളോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളോടുള്ള സ്നേഹവും നന്ദിയും കടപ്പാടും ഒരിക്കൽ കൂടി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം, ഹാപ്പി ന്യൂ ഇയർ.